കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി പയർ തലേ ദിവസമേ വെള്ളത്തിയിട്ട് 1 കപ്പ് പയർ വെള്ളത്തിലിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. രാവിലെ ഒരു കുക്കർ കഴുകി പയർ വാരിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ വരണം വരെ അടുപ്പത്ത് വയ്ക്കണം, ഗ്യാസിൽ വയ്ക്കണം. ആ സമയത്തിന് നമുക്ക് ചെറിയ ഉള്ളി, വറ്റൽമുളക് കമ്പിയിൽ കൊരുത്ത് ചുട്ടെടുക്കണം. ഒരു ചമ്മന്തി ഉണ്ടാക്കാനാണ് പുട്ടിനുള്ള. അത് എൻ്റെ വാപ്പാടെ എൻ്റെ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട ചമ്മന്തിയായിരുന്നു. ഇന്ന് 2 പേരും എനിക്കൊപ്പം ഇല്ല. നമ്മൾ ഉള്ളിയും മുളകും ഇവിടെ ചുട്ട് വെച്ച് ആ സമയത്തിന് നമ്മൾ തലേ ദിവസമേ മുളക് ഉപ്പിലിട്ട് വെച്ചിരുന്നതിന് ഒരു അരിപ്പയിൽ ഊറ്റി വെക്കണം, വെള്ളം വാർന്നു പോകാനായിട്ട്. ഇത് വറ്റൽ മുളകാണ് ഏറ്റവും നല്ലത്, പച്ചമുളകും നല്ലതാണ്. ഉള്ളി ചമ്മന്തി മിക്സിയിലിട്ട് പൊടിച്ച് ഉപ്പും എണ്ണയും ഒഴിച്ച് ചാലിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ഉള്ളി ചമ്മന്തി ഇവിടെ റെഡിയായി. ആ സമയത്തിന് നമുക്ക് പയർ താളിക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം നല്ലപോലെ വറ്റുമ്പോഴത്തേക്ക്, വെള്ളം തോരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വെള്ളം തോർന്ന് വരട്ടെ. വെള്ളം കിടന്നാൽ പൊട്ടിത്തെറിക്കും. അതിലേക്ക് നമ്മൾ 2 സ്പൂൺ എണ്ണ ഒഴിക്കണം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നല്ല ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം. താളിക്കുന്ന എല്ലാവർക്കും അറിയാം, കടുകിട്ട് പൊട്ടിക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കും. കടുക് നല്ലപോലെ പൊട്ടട്ടെ. കടുക് നല്ല പൊട്ടട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി നമ്മൾ എല്ലാത്തിനും താളിക്കും പോലെ തന്നെ. എന്തിനൊക്കെ താളിക്കുന്നത്, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുളക് ഉപ്പിലിട്ട മുളകിട്ടാണ് താളിക്കുന്നത്. വറ്റൽ മുളക് ഉപ്പിലിട്ടേക്കും. അത് മാത്രമേ ഇതിൽ താളിക്കുന്നതിൽ പ്രത്യേകതയുള്ളൂ. ഉള്ളി ഒന്ന് ചുവന്ന് വരട്ടെ. ഉള്ളി ഒന്ന് ചുവന്ന് വരുമ്പോൾ വറ്റൽ മുളകൊന്ന് മൂത്ത് വരുമ്പോൾ അതിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അതൊന്ന് വറ്റൽ മുളകും കറിവേപ്പിലയും ഉള്ളിയും കൂടെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ പയറിലേക്ക് ഒഴിക്കണം. പയർ ഇവിടെ റെഡിയായി. ചെയ്ത് നോക്കണം, എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പുട്ടും പയറും ഇവിടെ റെഡി. ചമ്മന്തിയും റെഡിയായി. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് പപ്പടം പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടാകുമ്പോൾ, നല്ല ചൂടായാൽ ആദ്യം അല്പം പപ്പടം പിച്ചിട്ട് നോക്കണം. എണ്ണ നല്ല ചൂടാകുമ്പോൾ പപ്പടം ഇട്ട് പൊരിച്ചെടുക്കണം. പപ്പടം പൊരിക്കണൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു തരണ്ട. പപ്പടം പൊരിക്കണൊക്കെ എല്ലാവർക്കും അറിയാം. ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളി മുളക് ചുട്ട ചമ്മന്തിയും ഉപ്പിലിട്ട് പൊരിക്കുന്ന മുളകും ഞാൻ ആരും അങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടില്ല. അത് എൻ്റെ ഉമ്മാൻ്റെ പ്രിയപ്പെട്ട കറികളായിരുന്നു. എൻ്റെ വാപ്പാടെയും എൻ്റെ ഭർത്താവിൻ്റെയും ഏറ്റവും ഇഷ്ടമുള്ള കറിയായിരുന്നു ആ ഉള്ളി മുളക് ചുട്ട ചമ്മന്തി.
പപ്പടം ഇവിടെ റെഡിയായി. ഇനി ആ എണ്ണയിലേക്ക് നമ്മൾ മുളക്, വറ്റൽ മുളക്, പിന്നെ ഈ വലിയ പച്ചമുളക് നല്ലതാണ്. പപ്പടവും പൊരിച്ച് റെഡിയാക്കി. നമുക്ക് ആവശ്യത്തിനുള്ള പപ്പടം. മുളക് ഒരു വശം മൂക്കുമ്പോൾ മറുവശം മറിച്ചിട്ടിട്ട് നല്ല എണ്ണ തോരുമ്പോൾ കോരി വയ്ക്കണം. പുട്ട്, പയറ്, പപ്പടം, ചമ്മന്തി, പൊരിച്ച മുളക് റെഡി ഇവിടെ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.